അജന്ത, ഈ കുട്ടിക്ക് എല്ലായിടും ഒന്ന് കാണിച്ചു കൊടുക്ക. വരൂ മോളെ. വരുന്ന കുട്ടി ശ്യാമയുടെ മകളാണെന്ന് അമൃത എന്നോട് സൂചിപ്പിച്ചിരുന്നു. ആ പരിഗണന രാധിക മോൾക്കുണ്ടാവും. അത് വേണം സ്വാമി. ഫിദയുടെ ശബ്ദം ശ്യാമയുടെ ശബ്ദത്തിനോട് സാമ്യമുണ്ട്. അത് പലരും പറയാറുണ്ട്. ഞാൻ അറിഞ്ഞ് അനുകരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. അനുകരിച്ചാലും അത് തെറ്റല്ലല്ലോ. നല്ലതിനെ പിന്തുടരുക എന്നത് നല്ല കാര്യമല്ലേ? സ്വാമി, ഞാൻ ഇപ്പൊ തന്നെ മടങ്ങും. രാധികമ്മയുടെ കാര്യത്തില് അങ്ങയുടെ ശ്രദ്ധ ഉണ്ടാവണം. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട് അവള്. ഇപ്പോഴും ആ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ടുള്ള വരവ് പോലും. നമുക്കത് മനസ്സിലായി. നാം പറഞ്ഞുവല്ലോ, സന്യാസം പ്രേരണ കൊണ്ട് സ്വീകരിക്കപ്പെടേണ്ട ഒന്നല്ല. അതിനതിൻ്റെതായ കർമ്മങ്ങളുണ്ട്. ഇതൊരു ഇടനാഴിയാണ്. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചാരമുണ്ട്. ഒന്ന് യഥാർത്ഥ സന്യാസത്തിലേക്കും തിരികെ ജീവിതത്തിലേക്കും. രാധികമോളുടെ കാര്യത്തിൽ എന്താ വേണ്ടതെന്ന് വെച്ച് നമുക്ക് തീരുമാനമെടുക്കാം. ശ്യാമയോട് എന്റെ അന്വേഷണം പറയൂ. ആയിക്കോട്ടെ. ശരി. അവിടെ കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലം. ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരു 5 വർഷം കഴിഞ്ഞു. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് വിഷമിച്ചു. അവസാനം എടുത്തൊരു തീരുമാനമാണ്. ആദ്യം 1-2 വർഷം ഇവിടുത്തെ ഒരു അന്തേവാസിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവരുടെ കർമ്മങ്ങൾക്ക് കൂട്ടായി. എന്റെ കാര്യം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ? തീർച്ചയായും. സ്വാമി എപ്പോഴും പറയും, ഉള്ളിൽ ആഗ്രഹങ്ങളുള്ള ജീവിതവും വെച്ച് ആർക്കും സന്യാസ ജീവിതം നയിക്കാനാവില്ല. അതിന്റെ പരീക്ഷണങ്ങളുണ്ടാവും. അത് കഴിയുമ്പോ കുട്ടി അതിന്റെ ഭാഗമാവും. അപ്പുറത്ത് കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. ഇവിടുത്തെ അന്തേവാസികളാ. നമുക്ക് അവരെ പരിചയപ്പെടാം. വരൂ. ആദ്യമായിട്ടാണോ കുട്ടി ആശ്രമത്തിൽ? ഒതുങ്ങി നടന്നോ, വെള്ളം ആവണ്ട. ഇന്നലെ മുതൽ പൊട്ടിക്കിടക്കുക. ഇത് ശരിയാക്കിയില്ലേ? ഇലക്ട്രീഷ്യനും പ്ലംബറും ഒക്കെ ഒരാളായിരുന്നല്ലോ. അയാള് മിനിയാന്ന് വീട്ടിൽ പോയതാ. ഇനി വരുന്നില്ല എന്നാ പറഞ്ഞേ. പകരം മറ്റൊരാളെ കണ്ടെത്തും. എത്രയും പെട്ടെന്ന് വേണം. ശരി. വരൂ. ഇതാണ് മോക്ക് താമസിക്കാനുള്ള സ്ഥലം. വരൂ. സന്യാസിനിയാകാനോ? അതൊരിക്കലും അനുവദിക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല മുത്തശ്ശി. ഫിദാമേടോ അയാൾ ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ മുമ്പിൽ വെച്ച് ഞാൻ രാധയോട് സംസാരിക്കാൻ ശ്രമിച്ചാൽ അയാൾ ചിലപ്പോ പരിപൂർണമായിട്ട് എന്നെ നിഷേധിക്കും. ആദ്യം നിന്റെ ഭാര്യ നിന്നോടൊപ്പം ജീവിക്കേണ്ടവളാണെന്ന് ഉറപ്പിക്ക. എന്നിട്ട് അവളെ അവിടുന്ന് ചാടിക്കും. അതിനുള്ള മാർഗമൊക്കെ എന്റെ കൊച്ചുമോന്റെ തലയിലുണ്ട്. പക്ഷെ മുത്തശ്ശി, ഇവിടെ എന്നെ പോലുള്ളവർക്ക് പ്രവേശനമില്ല. അല്ലായിരുന്നെങ്കിൽ ആ സ്വാമിയുടെ കാല് പിടിച്ചിട്ടായാലും ഞാൻ ഇവിടെ നിന്നേനെ.
രാധികയെ കൊണ്ടേ നീ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. സ്വാമിമാരുടെ കൂട്ടത്തിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിലേ വേറെ എന്തെങ്കിലും മാർഗം നീ നോക്ക്. ആ ഇവിടെ ഒരു ഇലക്ട്രീഷ്യന്റെയും പ്ലംബറിന്റെയും വേക്കൻസി ഉണ്ട്. പക്ഷേ എനിക്ക് ആ പണി അറിയില്ലല്ലോ. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആ വേഷത്തിൽ ഞാൻ ഇവിടെ നിന്നേനെ. അത്യാവശ്യം വേണ്ട ഇലക്ട്രീഷ്യൻ പണിയൊക്കെ നിനക്ക് അറിയാലോ. ഇവിടെ എന്തെങ്കിലും കേടായ നീയല്ലേ നന്നാക്കാറുള്ളത്. അതുപോലെ അല്ലല്ലോ ഇത്. നിനക്ക് ഞാൻ വള്ളിയുടെ മുരുകന്റെ കഥ പറഞ്ഞു തന്നിട്ടില്ലേ? മുരുകൻ വള്ളി മണവാളനായ കഥ. അതെങ്ങനെയാ? കാട്ടിൽ താമസിക്കുന്ന വള്ളിയെ പ്രണയിക്കാൻ വേണ്ടി മുരുകൻ കെട്ടിയ വേഷങ്ങൾക്ക് കണക്കില്ല. പക്ഷെ അത്ഭുതം എന്താണെന്നറിയോ? ആ വേഷം കെട്ടലുകൾക്കിടയില് ഒരുപാട് ശാസ്ത്രങ്ങൾ പിറന്നു. അത് പിന്നീടുള്ള തലമുറകൾക്ക് പഠിക്കാനുള്ള ഗ്രന്ഥങ്ങളായി മാറുകയും ചെയ്തു. ബെസ്റ്റ്. ഭഗവാനെ എന്നെ ഒറ്റ ചെറുതി കെട്ടണോ? ഭഗവാന് കൈ ഞൊടിച്ചാൽ എന്താ നടക്കാത്തത്? ഞാൻ കൈ ഞൊടിച്ചാലേ എന്റെ കൈ വേദനിക്കത്തേ ഉള്ളൂ. പക്ഷേ ഭഗവാന്റെ കാര്യത്തിലും നിന്റെ കാര്യത്തിലും പൊതുവായ ഒന്നുണ്ടല്ലോ. ദിവ്യ പ്രണയം. അത് പൂർണ്ണമാക്കാൻ വേണ്ടി നമുക്ക് എന്തും ചെയ്യാം. ദൈവം നിന്റെ കൂടെ ഉണ്ടാവുകട. കൃഷ്ണന് രാധികയെ നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. അത് പണ്ടേ നിശ്ചയിച്ചതല്ലേ. ആ എന്നാ പിന്നെ ഞാനൊരു കൈ നോക്കാൻ തീരുമാനിച്ചു.